Hi, Namaskaram. Khalifa, the bloodline. Vengeance will be written in gold. Aish. സ്റ്റാറിങ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ. നമുക്ക് ക്ലിപ്സ് കാണാം. 2 മിനിറ്റ് 51 സെക്കൻഡ്. In what seems like a plot straight out of a movie script, police and customs officials have unearthed a multi-million-dollar gold smuggling racket operating out of the Middle East through networks in London, Nepal, and Kerala. Though details remain unclear, an arrest എന്തായി ഹംസേ പെട്ടല്ലതിന്റെ ആമിർ ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്തെ എവിടെ അവൻ കാലെടുത്ത് കുത്തിയാലും അപ്പൊക്കെ അതായി One, two, ready for showdown! പണിക്കർ സാറെ എങ്ങക്കറിയോ ഈ നാട്ടിൽ എങ്ങനെ കൊഫെ പോസ ഉണ്ടായത്? അങ്ങ് വടക്ക് സുക്കൂർ നരയൻ ബാക്കിയും ഹാജി മസ്താനും, ഈടെ തെക്ക് മുതലിയാരും, പിന്നെ അമ്മദാലി. നാലാളെയും കൊണ്ട് ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസസ് ഗാന്ധി. അങ്ങനെ ഒരു 74 പാർലമെന്റ് കൊഫെ പോസ പാസ്സാക്കുന്നത്. എന്നിട്ട് ആ പോസമേൽ ഒരു അരമണിക്കൂർ അമ്മദാലിനെ പിടിച്ച് അകത്തിടാൻ ഓരെ കൊണ്ടായിട്ടില്ല സാറേ. ആ അമ്മദാലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം ഉറൂസ്. ടെക്നിക്കലി പോയി. ഫൈറ്റ്. ഇത് പൊളിച്ചിട്ടാ. സ്റ്റൈല് ഇതിനെ പൊളിച്ചിട്ടാ. ആരാ ചെയ്തേ ഫൈറ്റ്? ഖലീഫ, വൈശാഖ് ഫിലിം. മോനെ പൊളി സാധനം. യാനിക് ബെന്നാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. പൊളി. ഖലീഫ കൊള്ളാം. ഏതായാലും ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ ടീസർ ട്രെയിലർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്ലിംസ് വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രതീക്ഷകളെ കുറിച്ച് പറയുന്ന പരിപാടി നിർത്തിയതാണ്. കാരണം അത് വേണ്ട, പടം വരട്ടെ, നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ, പടം ഗംഭീരമാവട്ടെ, അതല്ലേ ആക്ച്വലി നല്ലത്. ഏതായാലും ഈ ഒരു ഗ്ലിംസ് വീഡിയോ കണ്ടോർത്തോളമുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. വിഷ്വലി നല്ല രസമുണ്ട്. എനിക്ക് ടെക്നിക്കലി എങ്ങനെ പറയണ്ടെന്നുള്ളത് ടേംസ് ഒന്നും അറിയില്ല, ബട്ട് അറിയുന്ന അറിവ് വെച്ച് പറയാം. വിഷ്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫീല് തോന്നി. പിന്നെ ഇവരുടെ ടീം കൊള്ളാം. ടെക്നിക്കൽ ടീം നല്ല കലക്കൻ ടീമാണ്. സോ എല്ലാ രീതിയിലും ഗംഭീരമാവട്ടെ. പിന്നെ സംവിധാനം നമ്മുടെ വൈശാഖ്. മോൺസ്റ്ററൊക്കെ പുള്ളിയാണ് ചെയ്തത്. തീരെ അറിയാലോ മോൺസ്റ്ററിന്റെ ഒക്കെ അവസ്ഥ എന്താന്ന് ആയിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. അതിനുശേഷം ടർബോ വന്നു. ടർബോ എനിക്ക് വർക്കായി. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു കൊള്ളാവുന്നൊരു നല്ല ഡീസന്റ് പടമായിട്ടാണ് പേഴ്സണലി ടർബോ എനിക്ക് ഫീൽ ചെയ്തത്. അതിനുശേഷം വരാൻ വേണ്ടി പോകുന്ന സിനിമയാണ് ഖലീഫ. നന്നാവട്ടെ. ഡയറക്ഷൻ എന്തായാലും മോശമാവില്ല. പുള്ളി കഴിവുള്ളൊരു ഡയറക്ടർ തന്നെയാണ്. മൂപ്പര് തന്നെയാണല്ലോ സീനിയേഴ്സ് പോലത്തെ സിനിമകളൊക്കെ എടുത്ത്. പോക്കിരി രാജയ്ക്ക് എനിക്ക് പേഴ്സണലി വർക്കായ സിനിമകളാണ്. ഇവരുടെ ഡയറക്ഷനൊക്കെ നല്ലതാണ്. ബട്ട് ഡയറക്ഷൻ മാത്രം നന്നായിട്ട് കാര്യമില്ല, ഇവിടെ എഴുത്ത് നന്നാവണം. എഴുത്താണല്ലോ മെയിൻ. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് എഴുത്ത് നന്നാവട്ടെ, കഥാപരമായിട്ട് നന്നാവട്ടെ, ഗ്രിപ്പിംഗ് ആവട്ടെ, എൻഗേജിങ് ആവട്ടെ, അതാണല്ലോ വേണ്ടത്. അപ്പോ വൈശാഖിനാണെങ്കിലും ഒരു നല്ല ഗംഭീര കംബാക്ക് ഇപ്പൊ ആവശ്യമാണ്. അപ്പൊ അത് ഈ ഒരു സിനിമയിലൂടെ സാധിക്കട്ടെ. എന്തായാലും കൊള്ളാം. ഗ്ലിംസ് വീഡിയോ എന്തായാലും ഷൂട്ടിംഗ് ഒന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ, പകുതിയും കണ്ടായിട്ടുള്ളൂ. ഇനിയും ഷൂട്ട് ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ട്. എന്തായാലും ഗ്ലിംസ് വീഡിയോ കണ്ടോർത്തോളം കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് എന്താ ലുക്ക്,
എന്തൊക്കെ എന്താ സ്വാഗും ഇവർക്ക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് ആണെങ്കിലും ഇതിന്റെ അകത്ത് ശരിക്കും ചെതറുന്ന തോന്നണം കേട്ടോ. ഭയങ്കര നല്ല അപ്രത്യക്ഷം വരാൻ സാധ്യതയുള്ള ഒരു ഐറ്റം ആണ് ഫൈറ്റ് ഒക്കെ. എന്തായാലും അടിപൊളിയാവട്ടെ. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിലായത് ബുദ്ധയുടെ സമയത്ത് അതിന്റെ ഒരു വീഡിയോ വന്ന സമയത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അയാൾ ഇവിടെ സിനിമകൾ ചെയ്യണം ആക്റ്റീവായിട്ട്. മൂപ്പരിപ്പോ വേറെ സിനിമയിലൊക്കെ പോയിട്ട് സിനിമകൾ ചെയ്യുന്നുണ്ട്, ചെയ്യട്ടെ. പക്ഷെ ഇവിടെ മൂപ്പര് ചെയ്യണം സിനിമകൾ. കാരണം മൂപ്പർക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ മൂപ്പർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ആക്ച്വലി ഉണ്ട്. അപ്പൊ നല്ല നല്ല കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂപ്പർക്ക് ചെയ്യാവുന്ന ഐറ്റംസ് ആണ്. ഇപ്പൊ ഈ ആക്ഷനൊക്കെ പുള്ളിയുടെ ഒരു കീ ആണ്, നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് മൂപ്പരെ വെച്ചിട്ട് അങ്ങനെ ഒരു ആക്ഷൻ പടങ്ങളൊന്നും വരാത്ത എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ആക്ഷൻ കണ്ടില്ലേ, അത് കണ്ടപ്പോ സന്തോഷം. കാരണം ഇതൊക്കെ മൂപ്പർക്ക് പറ്റുന്ന ഐറ്റംസ് ആണ്. അപ്പൊ അടിപൊളിയാവട്ടെ. ഇപ്പൊ മാർക്കോ പോലൊരു പടം ഇറങ്ങി, അതിന്റെ അകത്ത് ഫൈറ്റ് നമ്മൾ ഉണ്ണിമുകുന്ദന്റെ കണ്ടതാണ്. അപ്പൊ ഉണ്ണിമുകുന്ദന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഫൈറ്റും പരിപാടിയൊക്കെയാണ്. അത് മാർക്കോയിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇവിടെ എന്താണ്, നമുക്ക് പൃഥ്വിരാജ് ഓൾറെഡി ഫൈറ്റും കാര്യങ്ങളൊക്കെ മൂപ്പര് നന്നായി ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഒരു എന്താ പറയാ, ഈ അടുത്ത കാലത്തായിട്ടേ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫൈറ്റ്, അല്ലെങ്കിൽ നല്ല സ്വാഗുള്ള ഒരു ഫൈറ്റ്, നല്ലൊരു വലിയ പടത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഫൈറ്റ്, അങ്ങനെ അങ്ങനെ കാണുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇതിന്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഏതായാലും ഖലീഫ നന്നാവട്ടെ. ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ ജസ്റ്റ് നേരത്തെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു. നല്ല രസമാണ്. ആൾക്കാർക്ക് വല്ലാത്തൊരു ഹെയ്റ്റാ പുള്ളിയോട്. എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അല്ല, മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ല, ഹെയ്റ്റ് ഉണ്ടാവും. ഓരോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള താല്പര്യക്കുറവാണ് പുള്ളിയോട്. ബട്ട് സിനിമ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അതൊരു മര്യാദകേടല്ലേ. ഇതിന്റെ അകത്ത് ഓരോ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പുള്ളിനെ വിളിക്കുന്നുണ്ട്, അടുത്ത ജിഹാദി പടം എന്നുള്ള രീതിയിലൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഉണ്ണിമുകുന്ദനെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ. എന്തിനു കോപ്പി അടിക്കണം? പൃഥ്വിരാജൊക്കെ പണ്ടേ സിനിമകളിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, ഇപ്പോഴും പുള്ളി ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് പൃഥ്വിരാജ് ഈസ് ഗുഡ് ഫോർ എന്താ പറയുക ആക്ഷൻസ് ആൻഡ് അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പല സാഹചര്യത്തിലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ട്രോളുന്നുണ്ടെങ്കിൽ പോലും അയാൾ നല്ലൊരു ആക്ടറാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ്. അയാളുടെ ഡെഡിക്കേഷൻ ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയാതിരുന്നു കഴിഞ്ഞാൽ ഒരുമാതിരി അലമ്പായിരിക്കും. പാടുജീവിതം എന്നൊക്കെ പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്ര ടൈം പുള്ളി സ്പെൻഡ് ചെയ്ത്, ശരീരം കൂട്ടി നുറക്കിയൊക്കെ പല സാഹചര്യത്തിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ അൺഹെൽത്തിയാണ്. ശരീരത്തെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന പരിപാടി ആ ഒരു സിനിമയ്ക്ക് വേണ്ടി പുള്ളി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. വിക്രം ചെയ്യുന്നത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ പൃഥ്വിരാജ് ചെയ്യുന്ന സമയത്ത് അതും നമ്മൾ പറയണം. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം പോയി, എപ്പോൾ തുടങ്ങിയതോ അതിന്റെ കാര്യങ്ങളെല്ലാം. പക്ഷെ അത് ഒരുപാട് ഡിലേ ആയി. ആ ഡിലേ ആവുന്നതിനനുസരിച്ചിട്ട് അയാളുടെ ശരീരം മാറ്റി മറക്കുകയൊക്കെ ചെയ്യണം. അതേപോലെ അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്രയും നാൾ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ രീതികളിൽ. പക്ഷെ ആടുജീവിതം വന്ന സമയത്ത് അതിന്റെ അകത്ത് നമുക്ക് പൃഥ്വിരാജിനെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. പൃഥ്വിരാജിന്റെ മാൻഡറിസംസ് നമുക്ക് പല സിനിമകളിലും കാണുന്ന മാൻഡറിസംസ് അതിന്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ പുള്ളി ചെയ്തു. എളുപ്പമല്ല അത്. ആ ഒരു ഡെസേർട്ടില് അതാ ഞാൻ ഷൂട്ടിങ്ങിലും എടുത്തൊരു വേണമെങ്കിൽ ആ സിനിമ ഡ്രോപ്പ് ഔട്ട് ചെയ്യാമായിരുന്നു അവർക്ക് വേണമെങ്കിൽ. കാരണം മടുക്കില്ലേ, അല്ലെങ്കിൽ ഇത് നടക്കുമെന്ന് പോലും ചിന്തിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പല കോൺസ്ട്രെയിൻസ് വരുന്ന സമയത്ത് കൊറോണ ടൈം ഒക്കെ ഉണ്ടായിരുന്ന ഇടയില്. പക്ഷെ അവരത് വിടാതെ അതിന്റെ പുറകെ വെച്ച് പിടിച്ചു. അത് അവര് അത്രയും ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതും പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്തത്. മൊത്തത്തിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല പറയുന്നത്, അഭിനയം എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്താണെങ്കിലും അയാള് ശരിക്കും അടിപൊളിയാണ്. അത് ആടുജീവിതമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും വരട്ടെ. ഞാനിത് പൃഥ്വിരാജിനെ കുറിച്ചിട്ട് ഇങ്ങനെ എടുത്തു പറയേണ്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് പുള്ളിനെ ഇതാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ട്രോൾ പരിപാടിയൊക്കെ ഉണ്ട്. അതായിക്കോട്ടെ, പക്ഷെ ഇപ്പുറത്ത് നമ്മൾ നല്ല വശങ്ങളെ കുറിച്ചും ഹൈലൈറ്റ് ചെയ്തിങ്ങനെ പറയണ്ടേ അല്ലേ? അപ്പൊ അത് എനിക്ക് പറയാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് പൃഥ്വിരാജിനെ. അതുകൊണ്ടും കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇത്രേ പറയാനുള്ളൂ. ഏതായാലും ഖലീഫ ഉഗ്രനാവട്ടെ, നൈസ് ആവട്ടെ. ബൈ.